ഹലോ, ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണമെല്ലാം മാറിക്കിട്ടും. അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഈ കാലാവസ്ഥയിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് രാഗിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കോറ എന്നാണ് ഞങ്ങളവിടെ ഇതിന് പറയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മുത്താറി എന്നൊക്കെ പറയും. അപ്പോൾ എന്താണെങ്കിലും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കുമല്ലോ പൊടിയായിട്ട്, അതാണിത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈത്തപ്പായാണ്. ഞാനിപ്പോൾ 12 ഡേറ്റ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഈ കോറയൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതിലെ പൊടി മാത്രം മതി നമുക്ക്. ഇതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ആദ്യം ഇതുപോലെ വലിയ ഹോൾസ് ഉള്ള ഒരു അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഈ രാഗിയുടെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പൊടി ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ചണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുക. കാരണം ഇതിൽ വീണ്ടും ഈ രാഗിയുടെ പൊടിയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ചണ്ടി നമുക്ക് വേണ്ട, ഇത് കളയാം. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള കോറയുടെ വെള്ളം ഉണ്ടല്ലോ, അതൊന്നും കൂടി ഒന്ന് ചെറിയ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കോട്ടൻ്റെ ഒരു ക്ലോത്തിൽ അരിച്ചെടുത്താലും മതി കേട്ടോ. കാരണം നമുക്കതിൻ്റെ നാരെല്ലാം കളയണം, വെറും വെള്ളം മാത്രം മതി. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ അടിയിൽ പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളിതിലേക്കൊന്നും ചേർക്കൊന്നും വേണ്ടത്, അങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ പൊടിയുടെ പച്ചച്ചൊവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോറ ഇവിടെ നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഡ്രിങ്ക് ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഞാനിപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ഈ ഡ്രിങ്ക് നമുക്ക് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഡേറ്റ്സ് ചേർത്തത് ഒന്നും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 ലിറ്റർ പാല് നന്നായി തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പാൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ബദാം വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ ഈ ബദാം ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, പിന്നെ നല്ല ഹെൽത്തി അല്ലേ ബദാം. അപ്പോൾ കാഷ്നട്ട് വേണമെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി റമദാൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ക്ഷീണമല്ലേ, ആ ക്ഷീണമൊക്കെ മാറാൻ ഈ ഡ്രിങ്ക് ഒന്ന് കുടിച്ചാൽ മതി കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പിന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാനും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ പേജ് ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്